മഞ്ഞുമല വഴി എന്തൊക്കെയോ ചെയ്ത് നടന്ന ആളാണ്. കണ്ടില്ലേ, തണുത്ത് വരച്ച് കോച്ചി പിടിച്ച് നിൽക്കുന്നത്. ട്രെയിനിങ് കൊടുക്കുക. ഹായ് ഫ്രണ്ട്സ്, മലബാർ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ന്യൂ ഇയർ തലേന്ന് വയനാട്ടിലേക്ക് ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ട്രിപ്പായിരുന്നു. അതിൽ മോൻസി മാഷും കൃപാൽജിയും ഷബീർ ഭായും ഞാനും ഉണ്ടായിരുന്നു. വയനാട്ടിൽ ഷാരോണിന്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്ത്. ഷാരോണും ഫിഷിങ്ങിനൊപ്പം ഉണ്ടായിരുന്നു. മഷീർ ഫിഷിംഗ് ആയിരുന്നു പ്ലാൻ ചെയ്ത്. അതിന് വേണ്ടിയിട്ട് സെറക്കിന്റെ ഫിഷ് ട്രാപ്പൊക്കെ നമ്മൾ താനൂരിന്ന് ബസ്സിലൊക്കെ വരുത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ അൺബോക്സ് ചെയ്ത് നമ്മൾ അവിടെ ഇരുന്ന് രാത്രി വർത്താനമൊക്കെ പറഞ്ഞ് ടാക്കിൾസ് എല്ലാം സെറ്റ് ചെയ്തു. ഇതിൽ തന്നെ ഫിഷ് ട്രാപ്പ് ഈ ട്രബിൾ പിന്നെ മറ്റേ വീഡ്ലെസ് അല്ലേ, അതിൽ കിട്ടില്ല, അതിലെടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ എന്നിട്ട് മിന്നൽ മുരളി പടത്തിന്റെ സെറ്റുകളിൽ ഒരു സ്ഥലമായിട്ടുള്ള പെരിക്കല്ലൂരേക്കാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത്. അതിരാവിലെ തന്നെ അവിടെ എത്തി, ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം കാസ്റ്റിംഗ് തുടങ്ങി. നമ്മളിന്ന് ഫുൾ ഡേ ഫിഷിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലെ തൊട്ട് നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കുറേ ലൊക്കേഷൻസ് കവർ ചെയ്തു. ഇതയച്ചെടുക്കാം നമുക്ക്. അത്ര എളുപ്പമല്ല. പെരിക്കല്ലൂർ തന്നെയുള്ള ഒരുപാട് സ്പോട്ടുകൾ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന പുഴയുടെ ഒരു സൈഡ് കേരളവും നമുക്ക് മുന്നിലായിട്ട് പുഴക്കര കാണുന്ന സ്ഥലം കർണാടകയുടെയാണ്. റോഡും ബാഗൊക്കെ അവിടെ ഒക്കെ. അങ്ങനെ രാവിലെ തൊട്ട് നടക്കാൻ തുടങ്ങി. ഒരുപാട് സ്ഥലങ്ങൾ കാസ്റ്റ് ചെയ്തിട്ട് മീനൊന്നും അടിച്ചിട്ടില്ല. അതിനിടയിൽ മഷീറിനെ ഒഴിവാക്കി നമ്മൾ ചീറാൻ അതുപോലുള്ള സ്നേക്ക് ഹെഡ് വെറൈറ്റീസിനെ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും തന്നെ അടിച്ചിട്ടില്ല. മഴ പെയ്ത് പുഴയിൽ നിന്ന് കലയും കിടക്കുകയായിരുന്നു. ഷെബി ഇവിടെ കെട്ടുണ്ട് കേട്ടോ. എവിടെയോ മീനടിക്കും. ഇവിടെ കൈ ശ്രദ്ധിക്കാൻ പറയണേ, കൈ ശ്രദ്ധിക്കാൻ പറയണം. ലൂറ മഞ്ഞുമല വഴി എന്തൊക്കെയോ ചെയ്ത് നടന്ന ആളാണ്. കണ്ടില്ലേ, തണുത്ത് വരച്ച് കോച്ചി പിടിച്ച് നിൽക്കുന്നത്. ട്രെയിനിങ് കൊടുക്കുക. അതെ അതെ. ഇതേതാ ബ്രാൻഡ്? ക്രസീൻ്റെ സ്പിൻ ടൈൽ. കുഞ്ഞൻ ലൂറാണത്. നല്ല ദുഃഖമുണ്ട്. കോൺഷ്യസാണ്. എവിടെ മാഷ്? ഇതാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സാധനം. ആഹാ, അടിപൊളി സാധനം. എത്തുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കുറേ അങ്ങനെ മാഷ നമ്മുടെ ആദ്യത്തെ മീനടിച്ചേക്കാം. എന്താ അടിച്ചെന്ന് അറിയില്ല. കരക്കേറി അയ്യോ, മീൻ ഒഴിവായിപ്പോയില്ലേ. അതിന്റെ ഷേപ്പ് അതാണ്. ചട്ടിയിലേക്ക് അതില്ലേ മുളൻ്റെ ഇല മതി. ഇല വേണമെന്നുള്ളൂ. എടുക്കണം. കാറ്റത്ത് എറിയുമ്പം വരുന്നൊരു വിഷയമാണത്.
അതാണ് പ്രശ്നം. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൽ ലൂറ് വീഴേണ്ടടുത്ത് വീഴാതെ മുന്നേ വീണ് കഴിഞ്ഞാൽ ഫുള്ള് ചുറ്റിക്കളയും. അപ്പം നമ്മൾ കൈ തമ്പ് വെച്ചിട്ട് ഇതിൻ്റെ സ്പൂള് കൺട്രോൾ ചെയ്യണം. ഇവിടെ ഉണ്ട് അവിടെ കേട്ടോ. ഓക്കെ കെട്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് അഴിക്കാൻ പറ്റും. ഓക്കെ കെട്ടാണ് അഴിക്കേണ്ടത് നമ്മൾ. നമ്മുടെ ഒരു കൂടെയുള്ള കുട്ടിയാണ് ഇതാ വരുന്നു. പാറപ്പുറത്തേക്കാം. സൂപ്പർ ഏരിയ. ഇവിടുന്ന് കഴിക്കാം. ചീത്ത വിളിക്കുന്ന കൃപാൽജി കണ്ടല്ലേ? ഇങ്ങോട്ട് നോക്ക് മനുഷ്യ, നാല് ചീത്ത വിളിക്കും. ബഷീറിനെയും കണ്ടിരുന്നു. എന്നത് ഫിഷാപ്പാ? മാഷെ മെല്ലെ എടുക്കണേ, കമ്പനി കൂടിയല്ലേ? മെല്ലെ. വെരി ഗുഡ്, എക്സലന്റ് പുറത്താണ്. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വീണ്ടും സ്പോട്ട് മാറ്റി. പെരിക്കല്ലൂർ തന്നെയുള്ള മിന്നൽ മുരളിയിൽ ഒരു കടത്ത് സീൻ കാണിക്കുന്ന ഒരു കടവിലെത്തി. അവിടെ നമുക്ക് വാളയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങി. ഫിഷ് ട്രാപ്പ് മാത്രമാണ് എല്ലാവരും അറിയുന്നത്. ഈ വാള ഫിഷ് ട്രാപ്പിൽ മാത്രമേ അടിക്കാറുള്ളൂ. ഒരുപാട് മീനുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഷാരോണിന് വാള കിട്ടിത്തുടങ്ങി. അങ്ങനെ എല്ലാവരും തന്നെ ഉഷാറായിട്ട് വീണ്ടും വാളയ്ക്ക് വേണ്ടി എറിയാൻ തുടങ്ങി. നമുക്ക് ആ വാളയെ പിടിക്കുന്നതും എന്ത് വെറൈറ്റി ആണെന്നും നമുക്ക് കാണാം. വാളയുടെ ഈ വെറൈറ്റി എന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എന്ത് വെറൈറ്റി ആണെന്ന് കൃത്യമായിട്ട് അതിൻ്റെ പേരറിയില്ല. അതുകൊണ്ട് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. അല്ലല്ല, എനിക്കൊന്ന് ഇതിൽ കുടുങ്ങി വന്നു. അല്ലേ? ആണോ? എടാ ഇതില് മീനുണ്ടോ? ഇല്ല. അയ്യോ, ഓക്കെ സെറ്റ്. പിടിക്കാൻ പോയി ലാസ്റ്റ് വാളയിൽ ഞാൻ അവിടെ പോയിട്ട് വരാം. ഇല്ല, നിങ്ങളവിടെ നിൽക്കി. എന്താ ഒരു പണിയുണ്ട്. അടിപൊളി. എടുക്കല്ലേ റിട്രീവ് ചെയ്യല്ലേ? എന്നെയാണ് വീഡിയോയിൽ കൊടുക്കുന്നത്.